ഹായ് ഗൈസ്, ഇന്ന് എനിക്ക് എക്സാം ഉള്ള ഒരു ദിവസമാണ് കേട്ടോ. എന്റെ കോലം കണ്ടില്ലേ, ഒരു കമ്മൽ പോലും ഇടാൻ ഗ്യാപ്പ് കിട്ടാതെയാണ് ഞാൻ ബസ്സിലോട്ട് ഓടിക്കേറിയത്. എക്സാം സെന്ററിൽ എത്തി അടുത്തുള്ള ഒരു ഫാൻസി സ്റ്റോറിൽ നിന്ന് ഒരു കമ്മലും വാങ്ങിട്ടോ. വലിയ വിലയൊന്നും ഇല്ലേ. അലേന്നത്തെ വർക്ക് കഴിഞ്ഞ് ഉറക്കം ശരിയാവാത്തതിന്റെ എല്ലാ ക്ഷീണവും എന്റെ മുഖത്തുണ്ട് കേട്ടോ. കൃത്യസമയത്ത് തന്നെ എക്സാം സെന്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഡിവിഷണൽ അക്കൗണ്ടന്റിനുള്ള എക്സാം ആയിരുന്നു കേട്ടോ. എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. അതെ, എക്സാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി എന്റെ ചിരി കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എക്സാം നന്നായി ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നോ ഗൈസ്, ബികോമിന്റെ ഫുൾ ഫോം പോലും അറിയാത്ത എനിക്ക് ഫുൾ ക്വസ്റ്റ്യൻസ് കൊമേഴ്സ് എന്നാണ് വന്നത്. അങ്ങനെ പടക്കക്കട ഗുദാഹവ. എന്തായാലും ബസ് പഠിച്ച് ഇത്രയും ദൂരം വന്നതല്ലേ, അപ്പൊ എന്റെ എക്സാം സെന്ററിൽ തൊട്ടടുത്ത് തന്നെയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള കുക്കുവിന്റെ വീട് കേട്ടോ. അപ്പൊ പിന്നെ അവളെ കാണാതെ എങ്ങനെ പോവുക? നല്ല വിശപ്പുണ്ട്. സോ അവിടെ പോയിട്ട് നന്നായിട്ട് വെട്ടി വിഴുകണം എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ നേരെ അവളുടെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു. നല്ല പ്രകൃതി രമണീയമായ ഇടനാഴിയിലൂടെ ഞാൻ അവളുടെ വീട്ടിലോട്ട് മന്ദം നടന്നു. ഒരു വഴിക്ക് പോകുന്നതല്ലേ, അതുകൊണ്ട് തന്നെ പരിപ്പൊടി ഉഴുന്നോടെയൊക്കെ വാങ്ങിയിട്ടോ ഞാൻ പോയത്. ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും അവൾ എനിക്ക് ഇവിടെ അവിലുമാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബെസ്റ്റ് ഫ്രണ്ട് എന്നാ സുമ്മാവാ, ദേ ഇരിക്കുന്നു എന്റെ കുക്കു. നല്ല ക്യൂട്ട് ആയിട്ടില്ലേ? ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ച് കുറെ നേരം വർത്താനവും പറഞ്ഞ് അവളുടെ കൊച്ചിനെയൊക്കെ കളിപ്പിച്ചിട്ട് പതുക്കെ എനിക്ക് വീട്ടിലോട്ട് തിരിക്കാനുള്ള സമയമായിട്ടോ. ഞാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ നല്ല ടയർഡായിരുന്നു. അവളുടെ വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു കോലില്ലാതെ പോയതെന്നുണ്ടെങ്കിലും തിരിച്ചു വരുമ്പോൾ നല്ല ലിപ്സ്റ്റിക്കും പൊട്ടക്കിട്ട് നല്ല ശുണ്ട്രിയായിട്ടാണ് തിരിച്ചു വരുന്നത്. നടന്നു വരുന്ന വഴിക്ക് ഞാൻ ചിന്തിച്ചു, പരീക്ഷ ഇവിടെ അടുത്തായത് നന്നായി, അല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും പരീക്ഷ കൊളായല്ലോ, വെറുതെ കാശ് നഷ്ടമാവുമായിരുന്നു. ഇതിപ്പോ അവളെ കാണാൻ പറ്റിയതുകൊണ്ട് അത്രയെങ്കിലും ആയി. അങ്ങനെ കുറെ നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി ബസ് കയറിട്ടോ. ഇവിടെ നടന്നുണ്ടെങ്കിൽ അത്യാവശ്യം ദൂരം എന്റെ വീട്ടിലോട്ട്. എനിക്ക് എങ്ങനെയും ഒന്ന് വീടെത്തിയാൽ മതി എന്നുള്ള അവസ്ഥയിലാണ്. അത്രയും ടയർഡാണ് ഗൈസ്. അപ്പൊ ഇതാണ് എന്റെ ഒരു എക്സാം ഡേ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.